അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ വചനചിന്ത നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ആദമിൻ്റെ മക്കളായ കായീനും ഹാബേലും ദൈവത്തിന് ഒരിക്കൽ ഒരു യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കായീൻ ഒരു കൃഷിക്കാരനായിരുന്നു, എന്നാൽ ഹാബേൽ ഒരു ആട്ടിടയനുമായിരുന്നു. രണ്ടുപേരും യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കായീൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ ചിലത് കൊണ്ടുവന്നു. എന്നാൽ ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനെ എടുത്ത് ദൈവത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. കായീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാഞ്ഞതുകൊണ്ട് അവൻ്റെ മുഖം വാടി. നമ്മളിൽ പലരും ഈ കായീൻ്റെ കൂട്ടാണ്. പല കാര്യങ്ങൾക്കകത്തും വിടുതൽ നടക്കാതിരിക്കുമ്പോൾ, നമുക്ക് ലഭിക്കാത്ത വിടുതൽ മറ്റൊരാൾക്ക് ലഭിച്ചു എന്നറിയുമ്പോൾ പലർക്കും കോപം വരും, അവരുടെ മുഖം വാടും, പിന്നെ ദൈവത്തോട് പിണങ്ങും. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാൻ പലപ്പോഴും പലരും പരിശ്രമിക്കാറില്ല. അതുമല്ലെങ്കിൽ അതിൻ്റെ കാരണം മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കും. അവൾ കാരണമാണ്, അവൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. സ്വന്തം പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്താൻ കഴിയാത്തവർ അവരുടെ പരാജയ കാരണം മറ്റുള്ളവരാണെന്ന് തെളിയിക്കുവാൻ എപ്പോഴും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ദൈവം പ്രസാദിച്ചത് യാഗവസ്തുവിലല്ല, യാഗം കഴിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയുടെ മനോഭാവത്തിലാണ്. രണ്ടാമതായിട്ടാണ് യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. അവിടെ വചനത്തിൽ നമുക്ക് കാണാം, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേൽ എന്ന വ്യക്തിയിലാണ് ആദ്യം ദൈവം പ്രസാദിച്ചത്. അതിനുശേഷമാണ് താൻ കൊണ്ടുവന്ന യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെക്കാട്ടിലധികമായി എന്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടിയാണോ? നിങ്ങളുടെ മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ? അതോ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജയിക്കുവാൻ വേണ്ടിയിട്ടാണോ? അതോ കർത്താവിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നത്? സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരിലും ദൈവം പ്രസാദിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ പ്രസാദം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ ആത്മാർത്ഥമായി കർത്താവിനെന്ന വണ്ണം നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹാബേലും കായീനും രണ്ടുപേരും യാഗം കൊണ്ടുവന്നു, എന്നാൽ ഹാബേലിൽ അവിടുന്ന് പ്രസാദിച്ചു. കർത്താവെ, ഹാബേൽ എന്ന വ്യക്തിയിലാണല്ലോ അവിടുന്ന് ആദ്യം പ്രസാദിച്ചു. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരിലും വലിയൊരു ദൈവപ്രസാദം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ അവർ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കകത്തും ദൈവത്തിൻ്റെ വലിയൊരു ഫേവർ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ദിവസം അങ്ങയുടെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ, നിൻ നാളിനാ നിൻ വരവിൻ ഭാഗ്യമോതാ ആനന്ദം എന്താനന്ദം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശു
ഭാഗ്യമോ